മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതം പരിഹാരമില്ലാതെ നീളുന്നു. കോഴിക്കോട് നിന്നും വടക്കോട്ട് വൈകിട്ട് 6-ന് ശേഷം ട്രെയിനില്ല. മലബാറിലെ വരുമാന കണക്കുകളിൽ അഭിമാനം കൊള്ളുമ്പോഴാണ് റെയിൽവേയുടെ ഈ അവഗണന. വൈകിട്ട് 5 മണിക്കുള്ള പരശുറാമിൽ കാൽകുത്താനിടമില്ല. പിന്നാലെ എത്തുന്ന നേത്രാവതിയിലുള്ളത് 2 ജനറൽ കോച്ച് മാത്രം. 6:15-ന് കണ്ണൂർ എക്സ്പ്രസ് പോയാൽ 3 മണിക്കൂറിന് ശേഷം 9:30-ന് കണ്ണൂർ എക്സ്പ്രസ് എത്തേണ്ടതാണ്. എന്നാൽ വന്ദേ ഭാരതിനായി ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വഴിയിൽ 1 മണിക്കൂറോളം പിടിച്ചിടും. 4 മണിക്കൂറിലേറെ സമയമാണ് കോഴിക്കോട് നിന്നും വടക്കോട്ട് ട്രെയിൻ ഇല്ലാത്ത അവസ്ഥയുണ്ടാവുന്നത്. 6 മണിക്കുള്ളത് ലോക്കൽ പോയി കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് വരുന്ന വണ്ടി 8 മണിക്ക് വരുന്ന വണ്ടി 10 മണിക്കും 11 മണിക്കൊക്കെ വരിക. വന്ദേ ഭാരത് വന്നതാണ് ഈ ഇതിൻ്റെ അവതാളത്തിലായത്. ഇതിൽ വലിയ കാശ് കൊടുത്ത് പോകുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. സാധാരണക്കാരന് അതിൻ്റെ ബെനിഫിറ്റ് ഇല്ല. രാത്രിയിലുള്ള ജനശതാബ്ദിയും എക്സിക്യൂട്ടീവും കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കും. കാസർകോട്ടേക്കടക്കമുള്ള സാധാരണ യാത്രക്കാർ പെരുവഴിയിലാവുകയാണ്. 6 മണി കഴിഞ്ഞാൽ ട്രെയിനിന് ബുദ്ധിമുട്ടാണ്. മെയിനായിട്ട് കാസർഗോഡുള്ളവർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. കാസർഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കലാണെങ്കിലും പിന്നെ ജനശതാബ്ദി ആയിക്കോട്ടെ എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ കണ്ണൂർ വരെ വണ്ടിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യാത്രാ ദുരിതത്തിന് മെമു സർവീസ് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തിരക്കാണ്. 6 മണിക്ക് എത്തും, അല്ലെങ്കിൽ 6:30 എത്തും. അങ്ങനത്തെ ട്രെയിനാണല്ലോ. ഇപ്പം ട്രെയിനിൻ്റെ സമയം മാറ്റിയതും കൂടി ഉള്ള ട്രെയിന് നേരത്തെയാണ് പോകുന്നത്. അപ്പം നമുക്കത് കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു മെമുവോ വല്ലതും പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ യാത്രാ ദുരിതം കുറച്ചും കൂടെ ഒന്ന് പരിഹരിക്കാൻ പറ്റുമായി. പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകി ഓടുന്നു. ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അടക്കമുള്ള സ്ഥിരം യാത്രക്കാർ നിത്യ ദുരിതത്തിലാണ്. വന്ദേ ഭാരതിന് പ്രഥമ പരിഗണന നൽകുന്ന റെയിൽവേ ലോക്കൽ എക്സ്പ്രസ് ട്രെയിനുകൾ സ്ഥാനത്തും അസ്ഥാനത്തും പിടിച്ചിടുകയാണ്. മണിക്കൂറുകളുള്ള കാത്തിരിപ്പ് സാധാരണക്കാരായ സ്ഥിരം യാത്രക്കാർക്ക് ശീലമായി കഴിഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.